റഫാൽ യുദ്ധവിമാനങ്ങളുടെ വൻ കരാറിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ സമിതിയാണ് കരാറിന് അനുമതി നൽകിയത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് ഫ്രാൻസുമായുള്ള കരാർ. ഡൽഹിയിൽ നിന്ന് അച്യുതൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അച്യുതൻ, വലിയൊരു കരാറിനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. എത്ര റഫാൽ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തും? അമൃത, രാജ്യത്തെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും വലിയ കരാറിൽ ഏർപ്പെടാനാണ് ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇന്നത്തെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ, അതായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമിതിയാണ് ഇപ്പോൾ ഈ കരാറിന് അനുമതി നൽകിയിരിക്കുന്നത്. കരാർ പ്രകാരം 114 റഫാൽ യുദ്ധവിമാനങ്ങളായിരിക്കും 3.25 ലക്ഷം കോടി രൂപയ്ക്ക് ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങുക. അതിൽ 18 എണ്ണം പൂർണ്ണമായി നിർമ്മിച്ച റഫാൽ യുദ്ധവിമാനങ്ങളായിരിക്കും. ബാക്കിയുള്ള യുദ്ധവിമാനങ്ങളുടെ 60% നിർമ്മാണം ഇന്ത്യക്കുള്ളിലായിരിക്കും നടക്കുക. അത് വിമാനത്തിന്റെ ഫ്യൂസ്ലേജ് അടക്കമുള്ള നിർമ്മാണമായിരിക്കും ഇന്ത്യയിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട് നടക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ മാസം 17-ന് ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ് ഈ നിർണായക നീക്കം കൂടി ഉണ്ടായിരിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങളുള്ള F4 പതിപ്പാണ്, റഫാലിന്റെ F4 പതിപ്പാണ് ഇന്ത്യ വാങ്ങാനായി ഒരുങ്ങുന്നത്. അതായത് വിവിധ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വ്യോമാക്രമണം, പ്രതിരോധ നിരീക്ഷണം ഉൾപ്പെടെയുള്ള ആണവായുധ വിന്യാസം ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന ശേഷിയുള്ള യുദ്ധവിമാനങ്ങളാണ്. എന്തായാലും പ്രതിരോധ മേഖലയെ സംബന്ധിച്ച്, ഇന്ത്യൻ സേനയെ സംബന്ധിച്ച് കൂടുതൽ കരുത്താർജിക്കാൻ കഴിയുന്ന ഒരു കരാറിലേക്ക് കൂടിയാണ് ഇന്ത്യ ഏർപ്പെടാൻ ഒരുങ്ങുന്നത്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.